നമ്മുടെ കാടിന്റെ രാജാവായ ബില്ലു സിംഹത്തിന് വട്ടുപിടിച്ചെന്ന് തോന്നുന്നു. നീ പറയുന്നത് ശരിയാണ് മോണ്ടി. നമ്മൾ മനുഷ്യരെ വേട്ടയാടിയാൽ മനുഷ്യർ കാട് മുഴുവൻ ആക്രമിക്കും. നമ്മൾ എല്ലാവരും നശിച്ചു പോകും. കാട്ടിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി മനുഷ്യരുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കാട്ടിന്റെ അതിരുകൾ ചുരുക്കിക്കൊണ്ടിരുന്നു. വന്യമൃഗങ്ങളുടെ എണ്ണവും അതിവേഗം കുറഞ്ഞുകൊണ്ടിരുന്നു. ബില്ലു സിംഹത്തിന് ഇരയെ കണ്ടെത്തുക പ്രയാസമായി മാറി. ഒരു ദിവസം അവൻ ആഴത്തിലുള്ള ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനായ രംഗബാസ് അവനോട് സംസാരിച്ചത്. മഹാരാജാവേ, അങ്ങെന്ത് ഗൗരവമായ ചിന്തയിലാണ്. മനുഷ്യർ നമ്മുടെ കാടിനെ ഓരോ ദിവസവും ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളായിരുന്നവർ ഒന്നുകിൽ ചത്തുപോയി അല്ലെങ്കിൽ ഓടിപ്പോയി. ഇപ്പോൾ എനിക്ക് ഇരയെ കിട്ടുന്നില്ല. പോകൂ, കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഇങ്ങോട്ട് വിളിക്കൂ. ശരി മഹാരാജാവേ. ബില്ലു സിംഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് കുറച്ചു സമയത്തിനുള്ളിൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഗുഹയ്ക്കടുത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ഇന്ന് ഞാൻ കാടിനായി ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. ഏതു നിയമമാണ് മഹാരാജാവേ? നേരത്തെ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്, ഇനി ഒന്നുകൂടി. നട്ടുകുരങ്ങ, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ആദ്യം പറയുന്നത് മുഴുവൻ കേൾക്കൂ. ശരി മഹാരാജാവേ, എപ്പോഴും വഴക്ക് മാത്രമേ കിട്ടാറുള്ളൂ. ഇനി മുതൽ ഞാനോ മറ്റു മൃഗങ്ങളോ കാട്ടിലെ ഒരു മൃഗത്തെയും വേട്ടയാടില്ല. ഇന്നു മുതൽ നമ്മൾ എല്ലാവരും ചേർന്ന് മനുഷ്യരെ വേട്ടയാടും. നിങ്ങൾക്ക് പോകാം. ബില്ലു സിംഹത്തിന്റെ ഈ ഉത്തരവ് കാട്ടിൽ വലിയ പരിഭ്രാന്തി പരത്തി. പെട്ടെന്ന് തന്നെ എല്ലാ മൃഗങ്ങളും ബില്ലു സിംഹത്തിൽ നിന്ന് ഒളിച്ച് ഒരു യോഗം വിളിച്ചു. നമ്മുടെ കാടിന്റെ രാജാവായ ബില്ലു സിംഹത്തിന് വട്ടുപിടിച്ചെന്ന് തോന്നുന്നു. നീ പറയുന്നത് ശരിയാണ് മോണ്ടി. നമ്മൾ മനുഷ്യരെ വേട്ടയാടിയാൽ മനുഷ്യർ കാട് മുഴുവൻ ആക്രമിക്കും. നമ്മൾ എല്ലാവരും നശിച്ചു പോകും. നട്ടുകുരുങ്ങൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അകമേ, നിനക്ക് മനുഷ്യമാംസം കഴിക്കാൻ കിട്ടുന്നതിന്റെ സന്തോഷം ഉണ്ടാവും. നട്ടു, നിനക്ക് പഴവും പുല്ലും കഴിച്ച് സന്തോഷമായിരിക്കാം. പക്ഷെ ഇത് അപകടമാണ്. മനുഷ്യർ തോക്കുമായിട്ടാണ് വരുന്നത്. എന്തായാലും ബില്ലു മഹാരാജാവിന്റെ ഉത്തരവല്ലേ. അടുത്ത ദിവസം ബില്ലു സിംഹം എല്ലാ മൃഗങ്ങളെയും കൂട്ടി കാട്ടിനു പുറത്തുള്ള റോഡിലെത്തി. കുറച്ചകലെ കാട്ടുപാതയിലൂടെ കടന്നു പോവുകയായിരുന്ന ഒരു വാനിന്റെ ടയർ പഞ്ചറായിരുന്നു. ഡ്രൈവർ വണ്ടി ശരിയാക്കുന്ന തിരക്കിലായിരുന്നു. ആക്രമിക്കൂ. ബില്ലു സിംഹം ആക്രമിച്ച് ഡ്രൈവറെ കൊന്നു. അവന്റെ മാംസം കഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇവന്റെ മാംസം കഴിക്കാൻ നല്ല രസമുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ ബില്ലു സിംഹം വല്ലാതെ ചുമയ്ക്കാൻ തുടങ്ങി. തൊണ്ടയിലെല്ല് കുടുങ്ങിയെന്ന് തോന്നുന്നു. വെള്ളം എവിടെ? മഹാരാജാവേ, ഈ കാടിന്റെ പരിസരത്തൊന്നും കുളമില്ല. ചക്കു ചെന്നായ മനസ്സിൽ പറഞ്ഞു. നല്ലത്, ചുമച്ച് ചുമച്ച് തന്നെ മരിക്കട്ടെ. അപ്പോഴാണ് ബില്ലു സിംഹത്തിന്റെ കണ്ണുകൾ വാനിനുള്ളിൽ പതിഞ്ഞത്. അവിടെ തെർമോകോൾ ബോക്സുകളിൽ നിറയെ കോൾ ഡ്രിങ്ക് കുപ്പികളായിരുന്നു. ബില്ലു സിംഹം ഓടിച്ചെന്ന് ഒരു കുപ്പി തുറന്ന് കുടിച്ചു. ഉച്ചത്തിൽ ഏമ്പക്കം വിട്ടുകൊണ്ട് പറഞ്ഞു, അരേ വാ, നല്ല രസം. ഈ വെള്ളം വളരെ നല്ലതാണല്ലോ. ഇതെന്തോ പ്രത്യേക സാധനമാണെന്ന് തോന്നുന്നു. ഈ പ്രത്യേക വെള്ളം കൈക്കലാക്കി എൻ്റെ ഗുഹയിലേക്ക് എത്തിക്കൂ. ആ ദിവസത്തിനു ശേഷം എന്നും ഇത് പതിവായി. ബില്ലു സിംഹം ഏതെങ്കിലും മനുഷ്യനെ ഇരയാക്കി തന്റെ ഗുഹയിൽ കോൾ ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് രംഗബാസിനോട് പറയുമായിരുന്നു, മനുഷ്യർ ഈ വെള്ളം ശരിക്കും സ്വാദിഷ്ടമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുടിച്ചാൽ മാംസം പെട്ടെന്ന് ദഹിക്കുന്നുണ്ട്. മനുഷ്യർ ഇതിനെ കോൾ ഡ്രിങ്ക് എന്നാണ് വിളിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കോൾ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തണുത്തതാണ്, പക്ഷേ ഇതിലൊരുപാട് മധുരവും ഗ്യാസും ചേർത്തിട്ടുണ്ട്. നമ്മുടെ കാട്ടിലും കോൾ ഡ്രിങ്കിന്റെ ഒരു കുളമുണ്ടായിരുന്നെങ്കിൽ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കോൾ ഡ്രിങ്ക് തീർന്നു. അതില്ലാതെ മാംസം ദഹിക്കില്ല എന്ന അവസ്ഥയായി ബില്ലു സിംഹം. ഇതേ സമയം കാട്ടിൽ മറ്റൊരു പ്രശ്നം ഉടലെടുത്തു. ചക്കു ചെന്നായ മൃഗങ്ങളുടെ സഭ വിളിച്ചുകൂട്ടി. ബില്ലു സിംഹത്തിന് കോൾ ഡ്രിങ്കിന്റെ ലഹരി പിടിച്ചതുകൊണ്ട് മനുഷ്യമാംസം മുഴുവൻ അയാൾ തന്നെ കഴിക്കുന്നു. നമ്മൾ മാംസബുക്കുകൾ വിശന്ന് മരിക്കുകയാണ്. ബില്ലു മഹാരാജാവ് മനുഷ്യരെ വേട്ടയാടാൻ തുടങ്ങിയതോടെ മനുഷ്യർ കാടിനു ചുറ്റും കമ്പിവേലി കെട്ടി. ഇപ്പോൾ ഇവിടെ മൃഗങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് കാട്ടിലെ പുല്ലും മരങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ് മോണ്ടി ഭായ്. ഇങ്ങനെ പോയാൽ കാടിന്റെ സന്തുലിതാവസ്ഥ തെറ്റും. വിശന്ന മൃഗങ്ങൾ ഒന്നുകിൽ ചത്തുപോകും, അല്ലെങ്കിൽ പരസ്പരം തിന്നാൻ തുടങ്ങും. മറ്റൊരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചോ?
ബില്ലു മഹാരാജാവ് പഴയതുപോലെ വേഗത്തിൽ ഓടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കോൾഡ് ഡ്രിങ്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തുന്നതായി തോന്നുന്നു. അതൊരു സിംഹമാണ്, പക്ഷെ അയാൾക്കത് അറിയില്ല. ഞാൻ ഇന്ന് തന്നെ മഹാരാജാവിനോട് സംസാരിക്കും. ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ ഓഫീസിലിരിക്കുമ്പോഴാണ് ബണ്ടി വേട്ടക്കാരൻ അങ്ങോട്ട് വന്നത്. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ബണ്ടി. കാട്ടിലെ മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നു. സത്യത്തിൽ ആ സിംഹം മാത്രമാണ് മനുഷ്യരെ വേട്ടയാടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി മൃഗങ്ങൾ പേടികൊണ്ട് കൂടെ നിൽക്കുന്നതാണ്. ശരി, ഇന്ന് ആ സിംഹത്തെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കണം. വഴിയിൽ തടയുന്ന ഒരു മൃഗത്തെയും വിടരുത്. സാർ, എല്ലാ മൃഗങ്ങളെയും കൊല്ലുന്നത് ശരിയല്ല. അത് പ്രകൃതിയെ ദോഷകരമായി ബാധിക്കും. നമുക്കാദ്യം സിംഹത്തിന്റെ അടുത്തെത്താൻ ശ്രമിക്കാം. ഫോറസ്റ്റ് ഓഫീസർ ബണ്ടി വേട്ടക്കാരനും ഷൂട്ടർമാരുമൊപ്പം കാട്ടിലേക്ക് കടന്നു. വെടിയൊച്ചകൾ കൊണ്ട് കാട് നടുങ്ങി. ഇവിടെ മോണ്ടി ആന ബില്ലു സിംഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, മനുഷ്യരെ വേട്ടയാടുന്നത് ഇനി നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാട്ടിലെ മൃഗങ്ങൾക്ക് മനുഷ്യമാംസം നൽകുന്നുണ്ടല്ലോ. മാംസം മുഴുവൻ അങ്ങ് തന്നെയല്ലേ കഴിക്കുന്നത്? പിന്നെ മഹാരാജാവേ, എന്താണ് ഉദ്ദേശിച്ചത്? അങ്ങയുടെ ശക്തി കുറഞ്ഞു വരികയാണ് മഹാരാജാവേ. ഇങ്ങനെ പോയാൽ ഒരു ദിവസം അങ്ങേക്ക് ഇരയെ പിടിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ രംഗപരുന്ത് പറന്നു വന്നു. മഹാരാജാവേ, മനുഷ്യർ കാടാക്രമിച്ചിരിക്കുന്നു. അവർ അങ്ങയെ തിരയുകയാണ്. എനിക്ക് പേടിയുണ്ടായിരുന്നു മഹാരാജാവേ. മോണ്ടി, ഞാൻ ഓടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കാലുകൾക്ക് നല്ല ഭാരം തോന്നുന്നു. എനിക്കിതെന്ത് സംഭവിക്കുന്നു? ഇതൊക്കെ കോൾഡ് ഡ്രിങ്കിൻ്റെ ഫലമാണ് മഹാരാജാവേ. അങ്ങയെ സഹായിക്കാൻ ഇനി ഒരു മനുഷ്യന് മാത്രമേ കഴിയൂ. എന്തർത്ഥത്തിലാണ് നീ പറയുന്നത്? നമ്മുടെ കാട്ടിൽ നമ്മുടെ ഭാഷ മനസ്സിലാക്കുന്ന ഒരു സിദ്ധനുണ്ട്. അദ്ദേഹം വർഷങ്ങളായി പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാം. മോണ്ടി ആന ഉടൻ തന്നെ ബില്ലു സിംഹത്തെ സാധുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സാധു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബില്ലു, നീ ഒരു സിംഹമാണ്. നിനക്ക് മാംസം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കൂ സാധു മഹാരാജ്. ഈ കോൾഡ് ഡ്രിങ്ക് എൻ്റെ കാടിനെ മുഴുവൻ അപകടത്തിലാക്കിയിരിക്കുന്നു. ബില്ലു, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഓരോരുത്തരും അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ആഹാരം കഴിക്കണം. സിംഹത്തിൻ്റെ ആഹാരം കാട്ടിലെ മൃഗങ്ങളാണ്. എനിക്ക് മനസ്സിലായി സാധു മഹാരാജ്. ഇനി ഒരിക്കലും മനുഷ്യരെ ആക്രമിക്കില്ലെന്നും കാടിനുമേൽ അനാവശ്യ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കില്ലെന്നും വാക്ക് തരും. ഞാൻ വാക്ക് നൽകുന്നു. സാധു നടന്ന് നേരെ ഫോറസ്റ്റ് ഓഫീസറുടെ അടുത്തെത്തി. മിൽക്കു ഓഫീസർ സാർ, അങ്ങയുടെ കടമ നിർവഹിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ മൃഗങ്ങളെ കൊന്നാൽ കാടിന്റെ സന്തുലിതാവസ്ഥ തകരും. മൃഗങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തും. സാധു മഹാരാജ്, ആളുകളുടെ ജീവൻ പോയിട്ടുണ്ട്. എനിക്ക് വെറുതെ മടങ്ങാൻ കഴിയില്ല. ഇതൊക്കെ ചെയ്ത സിംഹം ഇനി ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിക്കില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അയാൾ സ്വന്തം തെറ്റ് തിരുത്തിയിരിക്കുന്നു. പശ്ചാത്തപിക്കുന്ന ഒരാളെ കൊല്ലുന്നത് നീതിയാണോ? സാർ, സാധു മഹാരാജ് പറയുന്നത് ശരിയാണ്. കാട് നശിച്ചാൽ അതിന്റെ നഷ്ടം നമുക്ക് മനുഷ്യർക്ക് തന്നെയാണ്. പരിസ്ഥിതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഫോറസ്റ്റ് ഓഫീസർ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, ഞങ്ങൾ മടങ്ങുന്നു. പക്ഷേ ഇനി ഒരു മനുഷ്യനെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ ഞാൻ തിരിച്ചു വരും. നന്ദി ഓഫീസർ സാർ. ആ ദിവസത്തിനു ശേഷം ബില്ലു മാറി. അവൻ കോൾഡ് ഡ്രിങ്ക് ഉപേക്ഷിച്ചു. പതുക്കെ അവന്റെ ശക്തി തിരിച്ചു വരാൻ തുടങ്ങി. കാട്ടിൽ വീണ്ടും പഴയ വേട്ടയാടൽ ചക്രം ആരംഭിച്ചു. പരിസ്ഥിതി സന്തുലിതാവസ്ഥ തിരിച്ചു വന്നു. ആ ദിവസത്തിനു ശേഷം കാട്ടിൽ ഒരു പുതിയ ചൊല്ല് പ്രസിദ്ധമായി. ബില്ലു മഹാരാജാവേ, അല്ലെങ്കിൽ അങ്ങ് വെറുമൊരു കോൾഡ് ഡ്രിങ്ക് കുടിക്കുന്ന രോഗിയായ സിംഹമായി മാറിയനെ. നട്ടു, നിന്റെ നാവുണ്ടല്ലോ, അതെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. മഹാരാജാവേ, പക്ഷെ ഇത്തവണ നട്ടു പറഞ്ഞത് തെറ്റല്ല.